പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ബീജിംഗിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പറന്നുയരാനൊരുങ്ങിയ യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിംഗ് 777 വിമാനത്തിന് എഞ്ചിൻ ടേക്ക് ഓഫിനിടെ തീപിടിച്ചു. മെയ് 26-ന് ബീജിംഗ് ക്യാപിറ്റൽ രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു ഈ സംഭവം. പൈലറ്റിന്റെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ടേക്ക് ഓഫ് റദ്ദാക്കുകയും യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു. ആർക്കും പരിക്കുകളില്ലെന്ന് അധികൃതർ അറിയിച്ചു. യുണൈറ്റഡ് എയർലൈൻസിന്റെ UA889 എന്ന വിമാനത്തിന്റെ വലത് എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. വലിയ ശബ്ദത്തോടെയായിരുന്നു തീ ആളിപ്പടർന്നത്. ഉടൻ തന്നെ വിമാനത്താവളത്തിലെ എമർജൻസി സർവീസുകൾ സ്ഥലത്തെത്തി തീയണച്ചു. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം റദ്ദാക്കിയതെന്ന് യുണൈറ്റഡ് എയർലൈൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. ബോയിംഗ് 777 2008 ശ്രേണിയിൽപ്പെട്ട വിമാനത്തിൽ പ്രാറ്റ് ആൻഡ് വിറ്റ്നി 4090 എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടേക്ക് ഓഫ് സമയത്തുണ്ടായ ഈ സംഭവം അതീവ ഗൗരവത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ബീജിംഗിലെ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂവെങ്കിലും ടേക്ക് ഓഫിനിടെ വിമാന എഞ്ചിനുകളിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത നിരവധി ഘടകങ്ങളുണ്ട്. ബോയിംഗ് 777 പൊതുവെ മികച്ച സുരക്ഷാ റെക്കോർഡുള്ള ദീർഘദൂര യാത്രകൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. എന്നിരുന്നാലും എല്ലാ സങ്കീർണമായ യന്ത്രങ്ങളെയും പോലെ അതിന്റെ എഞ്ചിനുകൾക്ക് കർശനമായ പരിശോധനയും അറ്റകുറ്റപ്പണിയും ആവശ്യമാണ്. ചില പ്രത്യേക എഞ്ചിൻ മോഡലുകൾക്ക് ചിലപ്പോൾ പ്രത്യേക പ്രശ്നമുണ്ടാകാം. ഉദാഹരണത്തിന് 2021-ൽ ഡെൻവറിന് മുകളിലുണ്ടായ ഫാൻ ബ്ലേഡ് തകരാറുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടർന്ന് ബോയിങ്ങിലെ ചില പ്രാറ്റ് ആൻഡ് വിറ്റ്നി PW4000 സീരീസ് എഞ്ചിനുകൾ കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. ബീജിംഗിലെ സംഭവത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് വ്യോമയാന അധികൃതരും എയർലൈനും സമഗ്രമായ അന്വേഷണം നടത്തും. എഞ്ചിൻ, അതിന്റെ അറ്റകുറ്റപ്പണി രേഖകൾ, പ്രവർത്തന വിവരങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് ഇതിൽ ഉൾപ്പെടും. ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ തടയുന്നതിൽ ഈ കണ്ടെത്തലുകൾ നിർണായകമാകും. ഇതിനിടെ ബലിപ്പെരുന്നാൾ അടുത്തെത്തിയതോടെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടിയിലേറെ ഉയർന്നതായി യാത്രക്കാരും ഏജന്റുകളും പരാതിപ്പെടുന്നു. സൗദിയിൽ ദുൽഹജ്ജ് മാസപ്പിറവി സ്ഥിരീകരിച്ചതോടെ ജൂൺ 6-നാണ് ബലിപ്പെരുന്നാൾ. കഴിഞ്ഞ ദിവസം രാത്രി ബലിപ്പെരുന്നാൾ തീരുമാനമായതോടെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോകാനുള്ള UAE-യിലെ പ്രവാസി മലയാളികളുടെ തിരക്ക് വർദ്ധിച്ചതോടെയാണ് പതിവ് പോലെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത്. ഇന്ത്യൻ നാളെയും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഏറ്റവും കൂടിയത് 4070 ദിർഹമാണ് എമിറേറ്റ്സിലെ ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത്. പെരുന്നാൾ അടുക്കുംതോറും നിരക്ക് ഇനിയും കൂടാനാണ് സാധ്യതയെന്നും ട്രാവൽ ഏജന്റുമാർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ജൂൺ 1 മുതൽ 5 വരെ UAE-യിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കാണ് ഏറ്റവും അധികം നിരക്ക് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്പേസ് ജെറ്റിൽ വൺ വേ ടിക്കറ്റിന് ഏറ്റവും കുറഞ്ഞത് 846 ദിർഹമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട്ടേക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 845 ദിർഹം, ഏറ്റവും കൂടിയ സ്പൈസ് ജെറ്റിൽ 1093 ദിർഹവുമാണ്. കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 980 ദിർഹവും എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1090 ദിർഹവുമാണ്. അതേസമയം തിരുവനന്തപുരത്തേക്ക് ദുബായിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 951 ദിർഹവും, കൂടിയത് എമിറേറ്റ്സിൽ 2550 ദിർഹവുമായിരുന്നു.